اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. ജനുവരി 30 കേരളം ഒരിക്കൽ കൂടി പ്രവാചക തിരുക്കേശത്താൽ അനുഗ്രഹീതമായ മർക്കസിലേക്ക് മിഴി തുറന്നു. സത്യദർശനത്തിന്റെ സംസ്ഥാപനത്തിനായി മക്കയുടെ ഊഷരഭൂമിയിൽ നിയുക്തരായ വിശ്വമാനവികതയുടെ സന്ദേശവാഹകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ പ്രകീർത്തന മഞ്ചരിയായി പെയ്തിറങ്ങിയ മർക്കസിന്റെ എല്ലാ വഴികളും ജനുവരി 30 പുലർവേളയിൽ തന്നെ ജനനിബിഡമായി. മദീനയുടെ മലർവനിയോടുള്ള സീമയറ്റ സ്നേഹവിശ്വാസത്തിന്റെ ചിരന്തന സാക്ഷ്യരായിത്തീർന്നു മർക്കസ് ഷഅറ മുബാറക് ദർശനം. يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. തിരുക്കേശത്തിന്റെ പുണ്യവും മഹത്വവും നേരിട്ടനുഭവിക്കാനും ആ പുണ്യകേശത്തെ ദർശിച്ച് ജീവിതം അനുഗ്രഹീതമാക്കാനും പതിനായിരങ്ങളാണ് മർക്കസിലേക്ക് ഒഴുകിയെത്തിയത്. കണ്ണിലും ഖൽബിലും അന്ധത ബാധിച്ച് തിരുക്കേശത്തെ വിമർശിച്ചവരും നിന്ദിച്ചവരും മർക്കസിലേക്ക് നീണ്ട വരികളിൽ സ്ഥാനം പിടിച്ചു. ഉദയസൂര്യന്റെ കിരണങ്ങൾ ഭൂമിയെ സ്പർശിക്കുന്നതിനു മുൻപേ കേരളത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പ്രവാചക സ്നേഹികൾ മർക്കസിലെത്തിയിരുന്നു. ഓരോ ഹൃദയവും കൊതിച്ചത് തിരുക്കേശ ദർശനമാണ്. ഓരോ നാവും ഒഴിഞ്ഞത് തിരുജീവിതത്തിന്റെ വർണ്ണാഭമായ അവദാനങ്ങളാണ്. വിശ്വാസദാർഢ്യതയുടെ കരുത്തും തിരുനബിയോടുള്ള അവാജ്യ സ്നേഹത്തിന്റെ മാധുര്യവും വികാരവായ്പും നെഞ്ചേറ്റിയ പതിനായിരങ്ങൾ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ തേജോമയമായ സാന്നിധ്യം നുകർന്നാണ് തിരുക്കേശം ദർശിച്ചത്. ചരിത്രത്തിന്റെ നാൾവഴികൾ താണ്ടിക്കടന്നാണ് ഷഅറ മുബാറക് ഷെയ്ഖുന കാന്തപുരത്തിന്റെ കയ്യിലെത്തിയത്. നിലയ്ക്കാത്ത ജനപ്രവാഹത്തിന്റെ നിതാന്തമായ കാത്തിരിപ്പിനിടയിലേക്കാണ് ഡോക്ടർ ഷെയ്ഖ് അഹ്മദ് മുഹമ്മദ് ഹസ്രജി വന്നിറങ്ങിയത്. ചരിത്രത്തിലേക്കുള്ള സധൈര്യമായ തിരിച്ചുവരവ്, നിയതമായ നീതിശാസ്ത്രത്തെ നട്ടുനനച്ച് നന്മയുടെ വടവൃക്ഷമാക്കി വളർത്തിയെടുത്ത നവോത്ഥാന നായകനും നന്മയുടെ സ്നേഹദൂതനുമായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറവാർന്ന ജീവിതത്തെ തിരുക്കേശത്തിന്റെ ചരിത്ര ധന്യതയിലൂടെ പരിചയപ്പെടുത്താൻ യത്നിക്കുന്ന പ്രതിഭാധനനായ പണ്ഡിത ശ്രേഷ്ഠൻ ഷെയ്ഖ് ഹസ്രജിയുടെ സാന്നിധ്യം ഷഅറ മുബാറക് ദർശനത്തിനെത്തിയ സഹസ്രങ്ങൾക്ക് കർമ്മ സാഫല്യമായി അനുഭവപ്പെട്ടു. സമസ്തയുടെ സമുന്നത സാരഥികൾ, സംഘടനാ നേതാക്കൾ, പ്രവാചക സ്നേഹികൾ, പ്രവർത്തകർ, സാദാത്തുക്കൾ, പൗരപ്രമുഖർ സർവരും തിരുകേശത്തെ ഭക്തിയാദരവുകളോടെ കൺകുളിർക്കെ കണ്ട് ആത്മനിർവൃതിയടഞ്ഞു. സുബ്ഹ് നിസ്കാരാനന്തരം നടന്ന മൗലിദ് കീർത്തനത്തോടെയാണ് ഷഅറ മുബാറക് ദർശനം ആരംഭിച്ചത്. മർക്കസ് മെയിൻ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലേക്ക് ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഷഅറ മുബാറക് ഭക്തിയാദരവുകളോടെ ആനയിക്കപ്പെട്ടു. തിരുനബിയോടുള്ള ഇഷ്ഖിനാൽ തരളിതരായ ഹൃദയങ്ങൾ സ്നേഹാനുരാഗത്തിന്റെ അമൂർത്തതയിലേക്ക് ഒരു നിമിഷം അടർന്നു വീണു. ഓരോ ഹൃദയവും സ്നേഹവായ്പകളുടെ സമ്മിശ്ര വികാരങ്ങളാൽ നൊമ്പരപ്പെട്ടു. പ്രിയ ഹബീബ് അൽ അമീനിന്റെ അതുല്യമായ ആസാറുകളെ നേരിൽ കണ്ടതിലുള്ള അടങ്ങാത്ത അനുരാഗ മുഹൂർത്തത്തിനാണ് മർക്കസ് നഗരി പിന്നീട് സാക്ഷ്യം വഹിച്ചത്. സത്യ ദർശനത്തെ തകർക്കാനും അഖിലുസുന്നയുടെ രാജവീതിയെ കർമ്മകുശലതയുടെ കരുത്തുറ്റ പാഠപ്രവർത്തനങ്ങൾ കൊണ്ട് ധന്യരാക്കി
ഷെയ്ഖുന കാന്തപുരത്തെ നശിപ്പിക്കാനും ഒരു ശക്തിക്കും കഴിയില്ലെന്ന വിളംബരമായിരുന്നു സ്വപ്നനഗരിയിലും നഗരത്തിലും ജനുവരി 30 സായം സന്ധ്യ നൽകിയ സന്ദേശം. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, പണ്ഡിതന്മാർ, സാദാത്തുക്കൾ എന്നിവരെ കൊണ്ട് പ്രൗഢമായ വേദിയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമുന്നത സാരഥി താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയതോടെ പരിപാടികൾ ആരംഭിച്ചു. محمد البلغ إلى عمات أرواح إخوانه من الأنبياء المرسلين صلوات الله تعالى وسلامه عليهم، وإلى عمات أرواح سائر الأنبياء والأولياء والعلماء والشهداء والصالحين. اللهم وفقنا لما تحب وترضى. اللهم اغفر الأسماء ولا تجعلنا محلا للبلوى. اللهم اقبل بنا ما أنزله أهل ولا تقبل بنا ما أهله. اللهم اجمع بيننا وبينهم في جنات النعيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله تعالى وسلم على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا الحمد لله ثم الحمد لله. أهل مليبار، مسلم كيرلا، مسلم الهند يفرح الآن بقدوم السادات الكرام والعلماء الأجلاء الدكاترة والفضلاء من البلاد العربية ومن البلاد العجمية، من الشرق والغرب، كلهم حضروا لدينا لأن يشاهدوا ولأن يباركوا تأسيس جامع الآثار، الجامع الكبرى في الهند إن شاء الله، مسجد الآثار الشريفة، وعلى رأسهم سماحة الشيخ السيد صباح الدين الرفاعي حفظه الله ورعاه، نقيب السادة الرفاعية ببغداد، وكل الناس